മച്ചന്മാരെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൺ ഡേ, അതായത് ഒരു ദിവസം സെപ്റ്റോയിലെ എന്താണ് പരിപാടി കാര്യങ്ങളെന്നാണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം അതാണ് ഞാൻ ഫോൺ എടുത്തിട്ട് നമ്മൾ ഇന്ന് നവരാത്രിയുടെ സ്പെഷ്യലായിട്ട് രാവിലെ ഓടിക്കഴിഞ്ഞാൽ ഓർഡറിൻ്റെ ഏണീസിനോട് 8 രൂപ കിട്ടുമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ വന്ന ഒരു 6:30-6:45 നമ്മൾ പോകുന്നു. ഇൻസെൻറ്റീവൊക്കെ എല്ലാം സെറ്റാണ് എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ കറക്റ്റ് ടൈമിൽ രാവിലെ തന്നെ എനിക്ക് വന്നിട്ടാണ്. എന്നിട്ട് ഓർഡർ അടിച്ച ടൈം ഞാൻ കാണിച്ചു തരാം. ഓർഡർ അടിച്ച ടൈം നോക്കിയോളൂ. 6:30 വന്നിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചത് 7:15, സെക്കൻഡ് ഓർഡർ അടിച്ചത് 7:45. ഓരോ 45 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് ഓരോ ഓർഡർ അടിക്കണേ. ഇരുന്ന് ബോറടിച്ച് പണ്ടാരടങ്ങി. ലാസ്റ്റ് മടുത്ത് ഇപ്പം എന്നെ ഇരുന്ന പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നവരാത്രിക്ക് 8 രൂപ പ്രതീക്ഷിച്ച് വന്നതാണ്. ഇരുന്ന് മടുത്ത്. അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സെപ്റ്റോൻ്റെ അകത്തായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇതാണ് ക്യാബിന്. നമുക്ക് ഇവിടെയാണ് ഓർഡറുകളെല്ലാം വരുന്നത്. അപ്പം നമ്മളിവിടെ ഓരോ ഓർഡറുകൾ ഇങ്ങനെ വെക്കുമ്പോണ്ട് ഏത് ക്യാബിനാണ് ഏത് റാക്കാന്നൊക്കെ നമുക്ക് ഫോണിൽ ഇങ്ങനെ എഴുതി കാണിക്കും. നേരെ നമ്മൾ അവിടെ പോയി കൊണ്ട് സ്കാൻ ചെയ്യാം. പക്ഷെ നിറച്ച ആൾക്കാരായതുകൊണ്ട് ക്യാബിൻ്റെ അകത്ത് ഒന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് സാമ്പിളായിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ആ ക്യാബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കും, നമ്മളതിനകത്ത് വെക്കണം. അതുകൊണ്ട് നമുക്ക് അടുത്ത് വേണ്ട. ഇതാണ് ഓർഡർ അടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് എടുക്കാനുള്ള ടൈം നമുക്ക് അകത്ത് നോക്കാൻ പറ്റും എന്തൊരു സാധനം എന്നുള്ളതൊക്കെ. ഓർഡറിൽ എന്തോ പാമ്പേഴ്സ് സാധനം എന്തോ സാധനമാണ്. അതിപ്പോൾ അവിടുത്തെ ഇങ്ങനെ സ്കാൻ കാണിക്കും റെഡ് 3. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ക്യാബിൻ്റെ അകത്ത് റെഡ് റാക്കിൽ 3ാമത്തെ റാക്കിൽ നിന്ന് പോയി സാധനം എടുക്കണം. അത് എടുത്ത് കഴിഞ്ഞ് നമ്മളിത് കവറിലാക്കി നേരെ വണ്ടി പെട്ടിയിലിട്ടിട്ട് നേരെ ഇതിനകത്ത് ആപ്പിനകത്ത് സ്റ്റാർട്ട് ഡെലിവറി കൊടുത്ത് സ്റ്റാർട്ട് മാപ്പ് വരും. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ അത് ലൊക്കേഷൻ കാണിക്കും കറക്റ്റായിട്ട്. ഇപ്പോൾ എവിടെ നമുക്ക് കാണിച്ചാൽ ലൂർദ് ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് കാണിച്ചാണ്. നമ്മൾ സ്റ്റാർട്ട് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നേരെ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള മാപ്പ് കാണിക്കും. അവിടെ എത്തി കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ നമ്പർ കണ്ട ഈ മാപ്പ് നോക്കി നമുക്ക് അവിടെ എത്താം. അതിൻ്റെ അടിയിലാണ് കസ്റ്റമറിൻ്റെ പേരും ഉണ്ടാവും, നമ്പറും ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്തൊരു ഓർഡർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി അടുത്ത ഓർഡർ അടിച്ചാണ്. ഫ്ലാറ്റിലേക്ക് അടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്ലാറ്റ് നമ്പറും ഫ്ലാറ്റിൻ്റെ പേരും കൊടുക്കും. അതേപോലെ തന്നെ ഈ മഞ്ഞ ഇതിനകത്ത് സാധനങ്ങളുണ്ടാവും. അതിനകത്ത് മറ്റു സാധനങ്ങൾ. ഇതിൻ്റെ അപ്പുറത്തെ ഐസ്ക്രീം പോലത്തെ ഐറ്റംസ്, അത് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന കാരണം ഒരു കവറാണത്. ഐസ്ക്രീം അങ്ങനത്തെ സാധനം, ഇത് ഫ്രീസറിൽ വയ്ക്കേണ്ട സാധനങ്ങൾ അവിടെ എത്തുന്നവരെ മെൽറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നൊരു കവറാണത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാഗ് കിട്ടും. ആ ബാഗാണ് ഈ ബാഗ്. അപ്പോൾ തിരിച്ചു വരും നമ്മൾ ഈ ബാഗ് ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ റെഡി ടു ഓർഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്ത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ഡണ്ണ് കാണിക്കുക, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ റെഡി ടു നെക്സ്റ്റ് ഓർഡർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡർ എന്ന് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത ഓർഡറിലേക്കുള്ള സെറ്റാണ്. അവന് 3 ഓർഡറായി. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്തോരം നേരം ഞാൻ വന്നിട്ട് തരും. അതായത് 6:30 വന്ന് 7:15 അടിച്ചു, 7:45 അടിച്ചിട്ട് പിന്നെ അടിച്ചത് 8:40. 1 മണിക്കൂർ വ്യത്യാസത്തിലാണ് അടുത്ത ഓർഡർ അടിച്ചാണ്. പ്രാന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് പിടിച്ചു. ഒരുമാതിരി 3 ദിവസമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് വന്നു കഴിഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി തീർത്ത് ഉറങ്ങി വയ്യാണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്നിരുന്നും കിടന്ന് ഉറങ്ങായിരുന്നു. ഗ്യാസ് അടിക്കൊക്കെ നോക്കിയാണ്ട വെറുതെ ഇരുന്നിരുന്ന് വട്ടായി ഫോൺ നോക്കിയിട്ട്. ലാസ്റ്റ് ഒരു 3:30 ആയപ്പോഴേക്കും ഒരു 15 ഓർഡറേക്ക് എത്തിച്ച്. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരുത്തനും ഒരാളവിടെ മടുത്ത് പട്ടായതേ കണ്ട ഉറങ്ങി. ആളിന് ഓർഡറിലാന്ന്, ആൾ വിരമിച്ച് ആൾ ഓർഡറിലാന്ന് പറഞ്ഞാൽ നിർത്തി കിടന്ന് ഉറങ്ങി. കാരണം വെയിൽ ഓർഡറിലൊന്നുമില്ല കണ്ട, എല്ലാ വണ്ടികളും ഇങ്ങനെ വെറുതെ ഇരിപ്പാണ്. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കണ്ടാവോ പ്രാന്ത്, അവൻ്റെ മുഖത്ത് തന്നെ ഒരു വിഷമം കണ്ട. എല്ലാവർക്കും പ്രതീക്ഷിച്ച് വന്നിട്ട് അട്ടിട്ടമാരൊക്കെ കിടന്ന് ഉറങ്ങണ കണ്ട, അട്ടിട്ട പോലെ കിടന്ന് ഉറങ്ങി തീർത്തു ഞങ്ങൾ ഈ ദിവസം എങ്ങനെയൊക്കെയോ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിന്നെ വരാം. ഇതാണ് സെപ്റ്റോയിൽ ഒരു ദിവസത്തെ ജീവിതം. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോകണം. പിന്നെ എന്തെങ്കിലും വെച്ചാൽ നല്ല ഫ്രീഡമാണ്, എപ്പോഴാണ് വീട്ടിൽ പോകാം, അങ്ങനെ വരാം. അതുകൊണ്ട് പണിയെടുത്താൽ പൈസ കിട്ടും, പണിയെടുത്തില്ല പൈസ കിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.